ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പരിപ്പ് രസം തയ്യാറാക്കിയാലോ. അതിനു വേണ്ടി പരിപ്പ്, തക്കാളി എന്നിവ കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുക. തക്കാളി ഇങ്ങനെ ഇടുന്നത് വെന്തതിന് ശേഷം അതിൻ്റെ തൊലി എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി രസത്തിൻ്റെ പൊടി തയ്യാറാക്കാം. അതിനു വേണ്ടി ഉലുവ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളക് പൊടി എന്നിവ നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നന്നായി ചതയ്ക്കുക. അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുക്കുക. പരിപ്പ് വെന്തതിന് ശേഷം തക്കാളിയും അതിലെ വെള്ളവും മാറ്റിയ ശേഷം നന്നായി ഉടയ്ക്കുക. അതിലേക്കായി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പൊടികൾ ചേർക്കുക. തൊലി കളഞ്ഞ തക്കാളി നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്കായി ഒഴിക്കുക. ബാക്കി ചതച്ച വെള്ളം ഇതിലേക്കായി ഇടുക. പരിപ്പിൻ്റെ വെള്ളം ഇതിലേക്കായി ഒഴിക്കുക. പുളിവെള്ളം കൂടി ചേർക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ചുകൂടി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. രസത്തിന് വെള്ളം നന്നായി വേണം. അതിനായി നന്നായി വെള്ളം ഒഴിക്കുക. എന്നിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം കറിവേപ്പില, മല്ലിയില എന്നിവ ഇടുക. കായപ്പൊടി കൂടെ ഇടാം. ഒരു വറവ് കൂടെ കഴിച്ചാൽ നമ്മുടെ ഈസിയായ രസം റെഡി.